ഇപ്പോൾ കിട്ടിയ ഒരു വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് കേസിൽ ഉപഹർജിയുമായി സർക്കാർ ഹൈക്കോടതിയിൽ. ഡിജിറ്റൽ തെളിവ് സൂക്ഷിക്കുന്നതിൽ സർക്കുലർ വേണമെന്നാണ് സർക്കാരിന്റെ ആവശ്യം. കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നടിയുടെ ഹർജിയിലാണ് സർക്കാരിന്റെ ഉപഹർജി. മെമ്മറി കാർഡ് കേസിൽ ഹൈക്കോടതി നൽകിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ സർക്കുലറായി കീഴ്ക്കോടതികൾക്ക് നൽകണം. സെഷൻസ്, മജിസ്ട്രേറ്റ് കോടതികൾക്ക് ഈ സർക്കുലർ ബാധകമാക്കണം. സർക്കുലർ പുറപ്പെടുവിക്കാൻ ഹൈക്കോടതി രജിസ്ട്രിക്ക് നിർദ്ദേശം നൽകണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉപഹർജിയിലുണ്ട്. ശ്യാം ദേവരാജ്, ഞങ്ങളുടെ ലീഗൽ കറസ്പോണ്ടന്റ്, നമുക്കൊപ്പം ചേരുന്നു. ശ്യാം ദേവരാജ്, വെരി ഗുഡ് മോർണിംഗ്. ഡിജിറ്റൽ തെളിവ് സൂക്ഷിക്കുന്നതിലെ വീഴ്ചയാണ് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ചും കൊച്ചിയിൽ ആക്രമണത്തിനിരയായ നടിയുടെ ഹർജിയിൽ. അതിലിപ്പോൾ സർക്കാരിന്റെ നീക്കം എങ്ങനെയാണ്? എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന ഉപഹർജിയുടെ വിശദാംശങ്ങൾ? സുജയ് പാർവതി, വെരി ഗുഡ് മോർണിംഗ്. സംസ്ഥാന സർക്കാർ മെമ്മറി കാർഡ് കേസിൽ സുപ്രധാനമായ ഒരു നീക്കവുമായാണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ചൊരു ഹർജിയും ഉപഹർജിയാണ് ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്നത്. നേരത്തെ കൊച്ചിയിൽ നടിയെ ആക്രമിക്കപ്പെട്ട കേസിന്റെ മെമ്മറി കാർഡുകൾ കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ ചോർന്നത് വലിയ വിവാദമായിരുന്നു. ഇത് ശാസ്ത്രീയമായ പരിശോധനയിലടക്കം തെളിയുകയും ചെയ്തു. ഇതിന്മേൽ അന്വേഷണവും നടത്തി. അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പും സാക്ഷിമൊഴികളും വേണം എന്നടക്കമുള്ള കാര്യങ്ങൾ അതിജീവിത ഹൈക്കോടതിയിൽ ആവശ്യപ്പെടുകയും അത് നൽകണമെന്ന് ഹൈക്കോടതി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് സംസ്ഥാന സർക്കാർ ഇതേ കേസിൽ തന്നെ ഒരു ഉപഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഈ ഉപഹർജിയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ തന്നെ ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട കേസിൽ അതിജീവിത നൽകിയ ഹർജിയിൽ ഒരു മാർഗനിർദ്ദേശം, അതായത് ക്രിമിനൽ കോടതികൾ ഡിജിറ്റൽ തെളിവുകൾ സൂക്ഷിക്കുന്നതിൽ ഒരു മാർഗനിർദ്ദേശം ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ഹൈക്കോടതി ബെഞ്ച് നേരത്തെ പുറപ്പെടുവിച്ചിരുന്നു. ഈ മാർഗനിർദ്ദേശങ്ങൾ സർക്കുലറായി പുറപ്പെടുവിക്കണം, കീഴ്ക്കോടതികൾക്ക് നിർദ്ദേശം നൽകണമെന്നതാണ് ഈ ഹർജിയിൽ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നത്. ഈ ഡിജിറ്റൽ തെളിവുകൾ സൂക്ഷിക്കുന്നതിൽ സർക്കുലർ വേണം. ഈ സർക്കുലർ പുറത്തിറക്കാൻ വേണ്ടി ഹൈക്കോടതി രജിസ്ട്രിക്ക്, സബോർഡിനേറ്റ് ജുഡീഷ്യറിയുടെ ചുമതലയുള്ള ഹൈക്കോടതി രജിസ്ട്രിക്ക് നിർദ്ദേശം നൽകണം. ഈ നിർദ്ദേശങ്ങൾ സർക്കുലറായി കീഴ്ക്കോടതികൾക്ക് നൽകണം. പ്രത്യേകിച്ചും സെഷൻസ് കോടതികൾക്കും മജിസ്ട്രേറ്റ് കോടതികൾക്കും ഈ സർക്കുലർ ബാധകമാക്കണം. ഡിജിറ്റൽ തെളിവുകൾ ഈ രീതിയിൽ സമ്പൂർണ്ണമായും സുരക്ഷിതമാക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണ്, അല്ലെങ്കിൽ സർക്കുലറാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. ഈ ഹർജി ഇന്ന് ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായ ബെഞ്ച് പരിഗണിക്കുകയും ചെയ്യും. അതിജീവിത നൽകിയ ഹർജിയിൽ ഉപഹർജിയായാണ് സംസ്ഥാന സർക്കാർ ഈ ആവശ്യം ഹൈക്കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ ശ്യാം ദേവരാജ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. സെഷൻസ്, മജിസ്ട്രേറ്റ് കോടതികൾക്ക് ഈ സർക്കുലർ ബാധകമാക്കണമെന്നുള്ള ഉപഹർജിയുമായി സർക്കാർ എത്തിയിരിക്കുന്നു. അതിന്റെ തുടർ വാർത്തകൾക്കായി പ്രേക്ഷകർ തുടരുക. റിപ്പോർട്ടറിനൊപ്പം